അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓണം സെലിബ്രേഷൻ്റെ പോസ്റ്റർ മേക്കിംഗ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു പോസ്റ്റർ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല റിസ്കോ കാര്യങ്ങളൊന്നും ഇല്ല, ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്തൊരു പോസ്റ്റർ മേക്കിംഗിൻ്റെ ഫുൾ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് സ്കൂളിൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ്റെ നല്ല വൃത്തിക്കുള്ള ഒരു പ്രീമിയം ടച്ച് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലായിരിപ്പിക്കണില്ല, വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിനായി നിങ്ങൾ അവിടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മുകളിലത്തെ സെർച്ച് ബാറിൽ പിക്സൽ ലാബ് എന്ന് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കോഡ് FML എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മലയാളം. അപ്പോൾ ഈ ഒരു പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രോമിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു പിക്സൽ ലാബ് എന്നുള്ളത് നമ്മുടെ ഐഫോണിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ഈ ഒരു എഡിറ്റ് നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ പോസ്റ്റർ മേക്കിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ നിങ്ങൾ ആ 3 ഡോട്ട് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു നമ്മുടെ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റർ മേക്കിങ്ങിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു പുതിയൊരു ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു ചാനൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുതിയതായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലും ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ അതിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾ ഈ ഒരു പിക്സൽ ലാബിലേക്ക് നിങ്ങൾ അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ അവർ ചോദിക്കും നിങ്ങളൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററിൻ്റെ സൈസ് ഏതിലാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫുൾ സൈസ് ആയിട്ട് 9:16 റേഷ്യോയിലാണ് ഈ ഒരു പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറി ഇടാനും നല്ല വൃത്തിക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് സ്റ്റോറി ഇടാനും പറ്റും. അതുപോലെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാലും ഫുൾ സ്ക്രീൻ ആയിട്ട് കാണും. അപ്പോൾ ഞാനിവിടെ 9:16 സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 9:16 അല്ലാതെ നിങ്ങൾക്ക് ഇനി പോർട്രേറ്റ് സൈസ്, സ്ക്വയർ സൈസ് ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ 9:16 സൈസിലേക്ക് ആ ഒരു ഇമേജ് അവിടെ പിക്സൽ ലാബിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിലേക്ക് ഇനി ഒരു മാവേലി നടന്നു പോകാനുള്ള ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ സൈഡിൽ ഒരു മേലത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫ്രം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മാവേലിയുടെ ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവേലിയുടെ ഒരു ഇമേജിന്റെ ഒരു സൈസ് നിങ്ങൾ കുറച്ച് വലുതാക്കിയിട്ട് കറക്റ്റ് ആ ഒരു ഇമേജിന്റെ സെന്റർക്ക് ആക്കിയിട്ട് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു മാവേലിയുടെ ഇമേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ സെൻറ്ററിലായിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു 3 ഡോട്ട് ഓപ്ഷൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു 2 ബോക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബ്ലെൻഡ് ഓപ്ഷൻ പോലത്തത്. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മാവേലിയുടെ ഒരു ഇമേജ് നിങ്ങൾ അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ലോക്ക് ചെയ്യാൻ കാരണം നമ്മൾ ഓരോ മെറ്റീരിയൽസ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അത് നമുക്ക് ഓരോ ഭാഗങ്ങൾ ടച്ച് ചെയ്യാൻ വയ്ക്കാതാവും. അപ്പോൾ അതിനാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഓരോ മെറ്റീരിയൽസ് അവിടെ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഓരോ മെറ്റീരിയൽസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ലോക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് ഇനി ആ ഒരു മാവേലിയുടെ ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ചെറിയൊരു ടെക്സ്റ്റ് നമ്മൾ അവിടെ ഒരു തോട്ട് പോലെയുള്ള ഒരു എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ നമ്മൾ അവിടെ എഴുതി കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാവേലി ഈസ് ബാക്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ദ കിങ് ഈസ് ബാക്ക്, അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ചെറിയൊരു തോട്ട്സ് നിങ്ങൾക്ക് അവിടെ ബാക്കിലേക്ക് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവിടെ പോസ്റ്റർ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മുകളിലത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് അതിൽ ന്യൂ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് അവിടെ മാവേലി ഈസ് ബാക്ക് എന്നവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായി ഞാൻ അതിൽ ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സ്റ്റൈലും ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റർ മേക്കിങ്ങിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മലയാളം ഫോണ്ട് സ്റ്റൈൽസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഫോണ്ട് സ്റ്റൈൽസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിൽ നിന്നാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് മോഡൽസ് ഉള്ള ഫോണ്ട് സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഫോണ്ട് സ്റ്റൈൽസ്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനൊരു മാവേലി എന്ന എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ കുറച്ചങ്ങോട്ട് ശരിച്ചിട്ട് കറക്റ്റ് ഒരു മാവേലിയുടെ മേലേക്ക് തലയുടെ നേരെ മേലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലൊരു ഫോണ്ട് സ്റ്റൈൽ അതിന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോണ്ട് സ്റ്റൈൽ ബാക്കിലേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബോൾഡ് ആയിട്ടില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാഷ്വൽ മാതിരിയുള്ള
ഒരു ഫോണ്ട് സ്റ്റൈലാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. കുറച്ചൊരു ബോൾഡ് ടൈപ്പിൽ. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനുണ്ടാവും. എന്നാൽ നിങ്ങളത് കറക്റ്റായിട്ട് ഒന്നും ശരിച്ചിട്ട് നമ്മളൊരു പോസ്റ്ററിൽ 2 ഭാഗം തട്ടുന്ന രീതിക്ക് ആക്കിയിട്ട് കറക്റ്റ് നിങ്ങളത് മാവേലിയുടെ തലയുടെ മേലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നിങ്ങളൊരു ബ്ലാക്ക് കളറാക്കി കൊടുക്കുക. ബ്ലാക്ക് കളറാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി മൈനസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന രീതിക്ക് ഒരു ഏകദേശം ഒരു 50% താഴേക്കാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത് ആ ഒരു മാവേലി എന്ന് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് നമ്മളൊരു മാവേലിയുടെ പിന്നിലേക്ക് ആക്കി കൊടുക്കലാണ്. അപ്പോൾ പിന്നിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതിന് താഴത്തെ ടൂൾ ബോക്സിലെ ടു ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് നേരെ നിങ്ങളുടെ ഒരു മാവേലിയുടെ ബാക്കിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മളൊരു പുതിയതായി വന്നുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ അവിടെ റീനെയിം ചെയ്തിട്ട് അവിടെ നമ്മൾ ബാക്കി കൂടി എഴുതി കൊടുക്കുക. മാവേലി ഏനുവിന് ഈ ബാക്ക് എന്നുള്ള ടെക്സ്റ്റ് നിങ്ങൾ അവിടെ എഴുതിയിട്ട് കറക്റ്റായിട്ട് ഒരു മാവേലിയുടെ താഴേക്ക് കറക്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അവിടെ മാവിലിന്റെ പിന്നിലേക്ക് ടു ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 2 ടെക്സ്റ്റ് നിങ്ങൾ അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു ടെക്സ്റ്റ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇങ്ങനെ മാവിൽ നടന്നു പോകുമ്പോൾ നമുക്കൊന്നുകൂടി നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ചില ലീഫ് കൊടുക്കലാണ്. അപ്പോൾ ലീഫ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മേലത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫ്രം ഗാലറി ഓപ്ഷൻ പോയിട്ട് ഞാൻ ലീഫിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനത്. അപ്പോൾ നിങ്ങൾ അതിൽ ലീഫിൻ്റെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ലീഫിൻ്റെ ഇമേജ് കറക്റ്റായിട്ട് ആ ഒരു മൂലൊക്കെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊരു ലീഫിൻ്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ലീഫിൻ്റെ ഇമേജ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ ക്രോപ്പ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താഴെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇമേജ് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾ അപ്പുറത്തേക്കും നിങ്ങൾ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ 2 ലീഫിന്റെ ഇമേജ് നിങ്ങൾ അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഏതൊരു കോളേജിന്റെയോ ഏതൊരു സ്കൂളിന്റെ ഒരു ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഓരോ കോളേജിന്റെ ഓരോ ബാച്ചിലേക്കും ഓരോ ടീമിന്റെ നെയിം ഉണ്ടാവും. ഒരു ടീമിന്റെ ഒരു നെയിം ഒരു ലോഗോയും. അപ്പോൾ ഞാൻ അടുത്ത ചെയ്യുന്നത് ആ ഒരു ടീമിന്റെ നെയിം നമ്മളവിടെ ടെക്സ്റ്റ് ചെയ്തിട്ട് പ്രസൻസ് എന്ന് അവിടെ എഴുതി കൊടുക്കലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓരോ പോസ്റ്ററിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ടീമിന്റെ നെയിം എഴുതാൻ വേണ്ടി നമ്മളൊരു മാവേലി ഈസ് ബാക്ക് എഴുതിയ പോലെ നിങ്ങൾ മേലത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ടീമിന്റെ നെയിം നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു ടീമിന്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആ ഒരു ഇമേജിന്റെ സെന്ററിൽ മേലേക്ക് ആക്കിയിട്ട് ഞാനതൊരു പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിന്റെ കളർ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ കളർ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് അതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ ഏതിലിച്ചൊരു കളർ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഗ്രേഡിയന്റ് പോലത്തെ ഒരു കളർ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗ്രേഡിയന്റ് കളറിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡിയന്റ് കളറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴായിട്ട് നിങ്ങൾക്ക് അവിടെ ഗ്രേഡിയന്റ് ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. സൈഡിലെ പ്ലസ് ബട്ടൺ നിങ്ങളവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലൈൻ ഇങ്ങനെ പോയിട്ട് കാണാം. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ബോക്സ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടത്തെ എൻഡിറ്റ് വൈറ്റ് ബോക്സിൽ നിങ്ങൾ വെള്ള കളറാക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്ററിലേക്ക് നിങ്ങൾ ഒരു വൈറ്റ് ബോക്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വൈറ്റ് ബോക്സ് ഉണ്ടാക്കാൻ താഴത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ സെന്ററിലെ വൈറ്റ് ബോക്സിൽ നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് അതിന് നടുത്ത് നിങ്ങൾ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഒരു ഗ്രേ കളർ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ട് താഴത്തെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3D മോഡലിലേക്കുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴെ ആയിട്ട് നിങ്ങൾ അവിടെ ഒരു ടീമിന്റെ താഴെ പ്രസൻസ് നിങ്ങൾ അവിടെ റീനെയിം ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. താഴെ കുറച്ച് ആ ഒരു നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ടീമിന്റെ നെയിമിന് താഴേക്ക് നിങ്ങൾ അതിന്റെ സൈസും അതിന്റെ ഫോണ്ട് സ്റ്റൈലും അല്ലാത്ത രീതിക്ക് നിങ്ങൾ വേറെ ഫോണ്ട് സ്റ്റൈലിൽ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക പ്രസൻസ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു പ്രസൻസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് ആ ഒരു ടീമിന്റെ നെയിമിന് താഴെ ആക്കിയിട്ട് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ടീമിന്റെ നെയിം ചെയ്തിട്ടുള്ള പ്രസൻസ് എന്നുള്ളത് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മളൊരു ടീമിന്റെ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. അപ്പോൾ ടീമിന്റെ ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടി മുകളിലത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് അതിൽ ഫ്രം ഗാലറി പോയിട്ട് നിങ്ങളൊരു ടീമിന്റെ ലോഗോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീമിന്റെ ലോഗോ നിങ്ങളൊരു PNG ഫോമിലുള്ള ഇമേജ് ആയിരിക്കണം. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആ ടീമിന്റെ ലോഗോ ആയിട്ട് കറക്റ്റ് ടീമിന്റെ ലോഗോ മാത്രമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ടീമിന്റെ ലോഗോ കറക്റ്റ് ആയിട്ട് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന ഒരു ഭാഗത്ത് ആക്കി നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
നമ്മളെ ടീമിലെ ലോഗോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യണത് ഇനി നമ്മളൊരു പരിപാടി നടക്കുന്നതിന്റെ ഡേറ്റ് അവിടെ എഴുതി കൊടുക്കണം. അപ്പൊ ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുകളിലത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് അതിൽ ന്യൂ ടെക്സ്റ്റിൽ നിങ്ങൾ അവിടെ നിങ്ങളെ ഒരു പരിപാടി നടക്കുന്നതിന്റെ ഡേറ്റ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഓഗസ്റ്റ് 25 എന്ന് അവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 25 ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ AUG 25 എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി ഓഗസ്റ്റ് 25 ഫ്രൈഡേ എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ അത് ഓപ്ഷനിലാണ്. അപ്പൊ ഞാനിവിടെ ഓഗസ്റ്റ് 25 എന്നവിടെ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽസ് അവിടെ കൊടുത്തു. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ഞാൻ കറക്റ്റ് നമ്മളൊരു ലോഗോ വെച്ചതിന്റെ ഓപ്പോസിറ്റ് മേലക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓഗസ്റ്റ് 25 എന്ന് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ മേലേക്ക് വെക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ഓഗസ്റ്റ് 25 ഫ്രൈഡേ എന്ന് വലുതാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ കൊടുക്കുക. അപ്പൊ ഞാൻ മേലെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ ഞാൻ കൊടുത്തു. അപ്പൊ കളർ ഞാൻ ഒരു ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഒരു യെല്ലോയും ഓറഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് ചെറിയൊരു ഷേഡോസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷേഡോ സെറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ ഷേഡോസ് പോയി നിങ്ങൾക്ക് അവിടെ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ ഷേഡോ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായത് എങ്ങനെ ഷേഡോ ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഷേഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാനിവിടെ ഓഗസ്റ്റ് മാത്രം എഴുതിക്കണം. അത് പിന്നെ 25 എന്ന് എഴുതണം. അപ്പൊ അതിനായി ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അത് റീനെയിം ചെയ്തിട്ട് നിങ്ങൾ അവിടെ 25 എന്ന് അവിടെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ട് ആ ഒരു ഓഗസ്റ്റ് എഴുതിയതിന്റെ താഴത്ത് നിങ്ങൾ ആ 25 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഡേറ്റ് നമ്മുടെ പോസ്റ്ററിലേക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ആ ഒരു പോസ്റ്ററിന്റെ താഴേക്കാക്കിയിട്ട് നമ്മളൊരു പരിപാടി നടക്കുന്നതിന്റെ കോളേജാണോ സ്കൂളാണോ അതിന്റെ നെയിം പ്ലേസ് ചെയ്തതിലാണ്. അപ്പൊ നിങ്ങൾ നോർമൽ ടെക്സ്റ്റ് ചെയ്തതിനെ പോലെ നിങ്ങൾ അത് ന്യൂ ടെക്സ്റ്റ് പോയിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒരു കോളേജ് സ്കൂളിന്റെ നെയിം നിങ്ങൾ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സ്റ്റൈലും ഇഷ്ടപ്പെട്ട ഒരു കളർ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഷേഡോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പോസ്റ്ററിന്റെ ഏറ്റവും താഴേക്കാക്കി നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മൾ ഓണം പോസ്റ്റർ മേക്കിങ്ങിന്റെ ഒരു 90% പോസ്റ്റർ മേക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെയാണ് നമ്മളൊരു ഓണത്തിന്റെ ടൈറ്റിൽ നമ്മളവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കല്. അപ്പൊ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി പിക്സൽ ലാബിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് കീബോർഡിൽ നിന്ന് നമ്മൾ നോർമലി മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് സ്റ്റൈൽ ആയിരിക്കില്ല ഒരു നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ഫോണ്ട് കിട്ടുക. അതൊരു നോർമൽ ആയിട്ടുള്ള ഫോണ്ട് ആകാം. അപ്പൊ നമ്മളൊരു കോഡ് FM ആപ്ലിക്കേഷൻ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോഡ് FM ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലായിട്ട് നിങ്ങളവിടെ മലയാളത്തിൽ നിങ്ങൾ ആ ഒരു കോളേജിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ഓണപരിപാടിയുടെ ടൈറ്റിൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു ആർപോ എന്നാണ് ഇവിടെ ഞങ്ങളൊരു ഓണപരിപാടിയുടെ പേര്. അപ്പൊ ഞങ്ങളവിടെ ആർപോ എന്ന് ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴത്തെ ഒരു ബോക്സ് സെലക്ട് ചെയ്തതിന് താഴായിട്ട് വേറൊരു വേർഡ് വരും ആർപോ എന്നുള്ളത്. അത് നിങ്ങളവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വേർഡ് കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷനിലും അത് ന്യൂ ടെക്സ്റ്റിൽ നിങ്ങൾ ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഓരോ അക്കങ്ങളായിട്ടാണ് വരിക. എന്നിട്ട് നിങ്ങൾ ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ അതിൽ നേരെ വരുന്ന ലൈനിലാണ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് ആദ്യം നിങ്ങൾ ന്യൂ ടെക്സ്റ്റിൽ എടുത്തിട്ട് അത് റീനെയിം ചെയ്തിട്ട് ഒന്ന് താഴേക്ക് ഒരു സ്പേസ് അടിച്ചു കൊടുക്കുക. താഴേക്ക് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾ ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ളത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി താഴത്തെ ഒരു സ്പേസ് അടിച്ചിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കണം. എന്നാൽ നിങ്ങൾ അതിലേക്ക് ഒരു ഫോണ്ട് സ്റ്റൈൽ മലയാളത്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നല്ല നിങ്ങൾ വിചാരിച്ച ഫോണ്ട് സ്റ്റൈൽ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആർപ്പോ എന്നവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാനൊരു ആർപോ എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കളർ സെറ്റ് ചെയ്യണം. അപ്പൊ കളർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോർമൽ ആയിട്ടുള്ള കളർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിയന്റ് കളർ കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിലേക്ക് ഒരു ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ടെക്സ്റ്റർ രൂപത്തിൽ. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് രൂപത്തിലുള്ള ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ സെലക്ട് ചെയ്ത് അതിലൊരു ഗാലറിയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചുള്ള ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് കളറൊന്നും ഇല്ലാതെ ഈ ഒരു ഇമേജ് രൂപത്തിലായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ കിട്ടും. എന്നാൽ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിലേക്ക് നിങ്ങളൊരു ഷേഡോസ് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഷേഡോസിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഒരു 3D ടെക്സ്റ്റ് കൂടി അതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ 3D ടെക്സ്റ്റിന്റെ ആവശ്യത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കളർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡെപ്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് അതിന്റെ എക്സ്റോട്ടേഷനും വൈറോട്ടേഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു നല്ല രീതിക്കുള്ള ഒരു ടെക്സ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക 3D മോഡലുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിനെ അവിടെ 3D മോഡൽ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ കളർ നിങ്ങളുടെ ബ്ലാക്ക് കളർ തന്നെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഒരു കർവ് രീതിക്കുള്ള ഒരു മോഡലിക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിലെ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആർപ്പോ എന്നുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കർവ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ഇമാജിന് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചെറിയൊരു കർവ് ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഗൈസ് ഞാൻ ആർപ്പോ എന്നുള്ള ടെക്സ്റ്റ് അവിടെ സെറ്റ് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാവിലിന്റെ ബാക്കിലായിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഒരു ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു പോസ്റ്ററിലെ ടൈറ്റിൽ കാണാതെ തോന്നും. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ ആർപ്പോ എന്നുള്ളത് നമ്മൾ ഷേഡോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളൊരു ആർപ്പോ എന്നുള്ള ടെക്സ്റ്റ് നിങ്ങൾ അവിടെ കോപ്പി ചെയ്തിട്ട് ഇനി നമ്മളൊക്കെ അവിടെ 2023 ഓണായിട്ട് നമ്മൾ അവിടെ അങ്ങനെ എഴുതി കൊടുക്കണം. അപ്പൊ ആ ഒരു ആർപ്പോ എന്നുള്ളത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അത് റീനെയിം ചെയ്തിട്ട് നിങ്ങളവിടെ 2K23 എന്ന് അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോണ്ട് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു 2K23 എന്നുള്ളത് നിങ്ങളൊരു ആർപ്പോന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്യൂട്ട് ആയിട്ടൊരു ഭാഗത്തേക്ക് നിങ്ങൾ അത് വെച്ച് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മളൊരു ആർപ്പോ 2K23 എന്നുള്ള ഒരു ടൈറ്റിൽ കൂടി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഈ ഓണർ റിലേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ് എന്തെങ്കിലും പഞ്ച് ഡയലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ ആർപ്പോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ വെച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാവേലിയുടെ തലയുടെ മേലൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് മാവേലിയുടെ ഇമേജ് നമ്മൾ വലുതാക്കി ഒന്ന് ചെറുതാക്കിയിട്ട് താഴെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ പക്കാ കോപ്പി അടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇതിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിച്ചാൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായിട്ടാന്ന് വിചാരിക്കും. ഇപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആണ്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലെങ്ത് കൂട്ടാൻ കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായി എത്തിക്കാൻ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാതെ ബെല്ലൈക്കൻ ചെയ്ത് വെക്കുകയെങ്കിൽ മാത്രമുള്ള വീഡിയോ എപ്പോഴും നിങ്ങൾക്കാണ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.